അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനൊരു വയല് കാണിച്ചു തരാം. അതൊരു നല്ലൊരു പോയിൻ്റാണ് പേരുടെ ഉസ്താദ് പറയുന്നത്. അതായത് തെറ്റ് ചെയ്തിട്ട് ഞാൻ എത്രയെല്ലാം തെറ്റ് ചെയ്തല്ലോ, ഞാൻ നിരാശരാവാൻ പാടില്ല. കുറേ തെറ്റ് ചെയ്തു പറഞ്ഞിട്ട് എനിക്ക് തൗബ ഉണ്ടോ എന്ന് വിഷമിക്കുന്ന ആൾക്കാരുണ്ടാകാം. അവർക്ക് വേണ്ടിയാണ് നല്ലൊരു വിഷയം പേരുടെ ഉസ്താദ് അവർ ഒരു സ്പീച്ചിൽ പറയുന്നു. ഇത്ര വലിയ തെറ്റ് ചെയ്താനാണെങ്കിലും നിരാശനാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്പീച്ചാണ്. അത് നിങ്ങൾ കേൾപ്പിക്കാൻ നോക്കൂ. അതിന്റെ വെള്ളം കുടിച്ചവന്റെ ഭക്ഷണം കഴിച്ചവന്റെ ഓക്സിജൻ ശ്വസിച്ച് അവൻ തന്ന ഭൂമിയിൽ അവൻ തന്ന വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ജീവിക്കുന്ന ഞാനും നിങ്ങളും നമുക്ക് പറയാനൊക്കോ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തില്ല എന്ന് പറയാനൊക്കോ? ഈ പാവപ്പെട്ട എനിക്കെങ്ങനെ പറയാൻ ധൈര്യമില്ല? ഞാൻ ഒരു സൽക്കർമ്മവും ഒഴിച്ചിട്ടില്ലെന്ന് പറയാനൊക്കോ? എനിക്കെങ്ങനെ പറയാൻ ധൈര്യമില്ല. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇല്ല കേട്ടോ. തെറ്റുകളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. പക്ഷേ കാരുണ്യവാനായ റബ്ബ്, അവൻ വല്ലാത്ത കാരുണ്യമുള്ള റബ്ബ്, അവന്റെ കാരുണ്യത്തിൽ നിന്ന് ആശമുറിയണ്ട, നിരാശനാകണ്ട. എത്ര തെറ്റ് ചെയ്തു പോയവരാണെങ്കിലും നിരാശനാകണ്ട. മനസ്സറിഞ്ഞവനോട് മാപ്പ് പറഞ്ഞാൽ അവൻ മാപ്പ് തരും. അതല്ലേ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ ബിർറഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. പറയൂ നബിയേ, എന്റെ അടിമകളെ, ലാ തഖ്നതൂ ബിർറഹ്മത്തില്ലാഹ്, തെറ്റ് ചെയ്തു പോയ അടിമകളെ, എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും ശരി നിരാശനാകല്ലേ. തെറ്റ് ചെയ്തു പോയ അടിമകളെ, എന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശനാകല്ലേ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശനാകല്ലേ. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അല്ലാഹു തആല ഏത് തെറ്റ് ചെയ്തവനും മനസ്സിന്റെ ഉള്ളിൽ ഇനി തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട്, ചെയ്യുന്ന തെറ്റ് മാറ്റിവെച്ചുകൊണ്ട്, ഇനി ചെയ്യില്ലെന്നുറപ്പിച്ചുകൊണ്ട്, ചെയ്തു പോയ തെറ്റിൽ അങ്ങേയറ്റത്തെ ഖേദം പ്രകടിപ്പിച്ച് കണ്ണിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ച് കരഞ്ഞാൽ മാപ്പ് തരാത്ത രാജാവല്ല, മാപ്പ് തരുന്ന രാജാവാണ്.